ഒരു യാത്രയ്ക്ക് പോകുമ്പോൾ പ്രത്യേകിച്ച് ലക്ഷ്യസ്ഥാനം കൃത്യമായി അറിയാവുന്ന ഒരു യാത്രയ്ക്ക് പോകുമ്പോൾ നമ്മൾ എന്താണ് പ്രതീക്ഷിക്കുക? കേൾവിക്കാരനായ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. നമ്മുടെ മനസ്സിൽ എപ്പോഴും ഒരു കൃത്യമായ പ്ലാൻ ഉണ്ടാകും, അല്ലേ? അതെ, എല്ലാം വളരെ പ്ലാൻഡ് ആയിരിക്കും. ഫ്ലൈറ്റ് ടിക്കറ്റ്, ഹോട്ടൽ ബുക്കിംഗ്. തീർച്ചയായും. എവിടെ നിന്ന് ഭക്ഷണം കഴിക്കണം എന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായ ലിസ്റ്റ് വരെ നമ്മുടെ കയ്യിലുണ്ടാകും. എല്ലാം ഒരു എഞ്ചിനീയറിംഗ് പ്ലാൻ പോലെ വളരെ വ്യക്തവും സുരക്ഷിതവുമായിരിക്കും. ഓരോ നിമിഷവും നമ്മുടെ നിയന്ത്രണത്തിലായിരിക്കണം എന്നൊരു നിർബന്ധം നമുക്കുണ്ട്. ശരിയാണ്. അവിടെയാണ് നമ്മൾ ആധുനിക മനുഷ്യരുടെ ഒരു പൊതു സ്വഭാവം കാണുന്നത്. എല്ലാം മുൻകൂട്ടി നിശ്ചയിച്ച, അതായത് വളരെ സുരക്ഷിതമായ ഒരു ചട്ടക്കൂടിനുള്ളിൽ നിൽക്കാനാണ് നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്നത്. അനിശ്ചിതത്വങ്ങളെ നമുക്ക് ശരിക്കും ഭയമാണ്. അതെ അതെ. അടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്നറിയാത്ത അവസ്ഥയെ ഒരു ദുരന്തമായിട്ടാണ് നമ്മൾ കാണാറുള്ളത്. എന്നാൽ ലക്ഷ്യസ്ഥാനം എന്താണെന്നോ, എന്തിനാണ് യാത്ര ചെയ്യുന്നതെന്നോ, അടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്നോ അറിയാത്തൊരു യാത്രയെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. അതുമൊരു സപ്പോർട്ട് സിസ്റ്റം ഇല്ലാത്തൊരു വിജനമായ മരുഭൂമിയിലേക്ക്. അതെ, എന്തിനുവേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് പോലും വ്യക്തമല്ലാത്തൊരവസ്ഥ. ഈ ആഴത്തിലുള്ള അന്വേഷണത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വിശകലനം ചെയ്യുന്നത് ചരിത്രത്തിൽ ഏറ്റവും വലിയ സ്വാധീനം ചെലുത്തിയൊരു കുടുംബത്തെക്കുറിച്ചാണ്, ഇബ്രാഹിം നബിയുടെ കുടുംബം. ഇതൊരു സാധാരണ ചരിത്രമല്ല. ഈ ചർച്ചയ്ക്ക് ആധാരമായി നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു പ്രഭാഷണത്തിൽ നിന്നുള്ള വിവരങ്ങളും പിന്നെ ലേഡി ഹാജറയുടെ അചഞ്ചലമായ വിശ്വാസം എന്ന ലേഖനത്തിലെ ഭാഗങ്ങളുമാണ്. ശരിയാണ്. വെറുമൊരു പഴയകാല ചരിത്രമായോ കേവലം വിശ്വാസത്തിന്റെ കഥയായോ ഇതിനെ നമുക്ക് ചുരുക്കി കാണാൻ കഴിയില്ല. എന്താ പറയാ, മനുഷ്യന്റെ മാനസിക കരുത്തിന്റെയും യുക്തിയുടെയും അതിജീവനത്തിന്റെയും ഏറ്റവും വലിയ കേസ് സ്റ്റഡിയാണിത്. നമുക്കിതൊന്നും വിശദമായി പരിശോധിക്കാം. തീർച്ചയായും. ഈ ചരിത്രം നമ്മൾ പരിശോധിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിനാണ്. ലക്ഷക്കണക്കിന് ആളുകൾ ഓരോ വർഷവും ഹജ്ജ് എന്ന കർമ്മത്തിനായി യാത്ര തിരിക്കുന്നുണ്ടല്ലേ? പലരും ഇന്നതിനെ ഒരു വാർഷിക ചടങ്ങായോ അല്ലെങ്കിൽ വെറുമൊരു പുണ്യയാത്രയായോ മാത്രമാണ് കാണുന്നത്. അതെ, ഒരു ടൂറിസ്റ്റ് യാത്ര പോലെ. കൃത്യമായി പറഞ്ഞു. എന്നാൽ അതിന് പിന്നിലെ അവിശ്വസനീയമായ ത്യാഗങ്ങളുടെയും മനുഷ്യസഹജമായ ഭയങ്ങളെ മറികടന്നതിന്റെയും മനഃശാസ്ത്രം നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യാറില്ല. ആ അടിത്തറ മനസ്സിലാക്കാതെ ഈ യാത്ര ഒരിക്കലും പൂർണ്ണമാകില്ല. അതുകൊണ്ടുതന്നെ ഈ വിശകലനത്തിൽ നമ്മൾ സ്രോതസ്സുകളായി എടുത്തിരിക്കുന്ന വിവരങ്ങൾ വെറുതെ വായിച്ചു പോകുകയല്ല ചെയ്യുന്നത്. ആ കുടുംബനാഥൻ ഇബ്രാഹിം നബി തന്റെ ചുറ്റുപാടുകളോട് എങ്ങനെ സംവദിച്ചു എന്നതിൽ നിന്ന് തന്നെ തുടങ്ങാം. അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന പല ധാരണകളെയും പൊളിച്ചെഴുതുന്ന ചില കാര്യങ്ങൾ ഇതിലുണ്ട്. എന്തെന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല കാര്യങ്ങള്. അതെ, അദ്ദേഹം അന്ധമായി എല്ലാം വിശ്വസിക്കുന്ന, ചോദ്യങ്ങൾ ചോദിക്കാൻ ഭയപ്പെടുന്ന ഒരാളായിരുന്നില്ല എന്നതാണ് എന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തിയത്. കേവലം ഭയം കൊണ്ടുള്ളൊരു കീഴ്പ്പെടലായിരുന്നില്ല അദ്ദേഹത്തിൻ്റെത്. വളരെ അഗാധമായ ചിന്താശക്തിയും യുക്തിബോധവുമുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. ഈ സ്രോതസ്സുകളിൽ എടുത്തു പറയുന്നൊരു സംഭവമുണ്ട്. മരിച്ചവരെ എങ്ങനെയാണ് ജീവിപ്പിക്കുന്നത് എന്ന് നേരിട്ട് കാണിച്ചു തരാമോ എന്ന് അദ്ദേഹം അല്ലാഹുവിനോട് ചോദിക്കുന്നുണ്ട്. വാവ്, അതൊരു വലിയ ചോദ്യമാണല്ലോ. ഗതിയിൽ പൂർണ്ണ വിശ്വാസിയായ ഒരാൾ അങ്ങനെ ചോദിക്കാൻ പാടുള്ളതാണോ എന്ന് നമുക്ക് സംശയം തോന്നാം. ആരും ചോദിക്കാൻ ധൈര്യപ്പെടാത്തൊരു ചോദ്യമാണത്. ഒരു നിമിഷം, ഒരു മിനിറ്റ്. അതിനു മുമ്പ് ഇതിന്റെ മനഃശാസ്ത്രമൊന്നു നോക്കാം. അദ്ദേഹത്തിന് ദൈവത്തിൽ വിശ്വാസമില്ലാഞ്ഞിട്ടാണോ ഈ ചോദ്യം ചോദിക്കുന്നത്? അല്ല. ഇവിടെയാണ് ഏറ്റവും രസകരമായ കാര്യം വരുന്നത്. ഇതൊരു സാധാരണക്കാരന്റെ ജീവിതത്തോട് ഉപമിച്ചാൽ, ഒരു സയൻസ് വിദ്യാർത്ഥി തിയറി ക്ലാസ്സിൽ പഠിച്ച ശേഷം അത് ലാബിൽ നേരിട്ട് ചെയ്തു നോക്കാൻ ആഗ്രഹിക്കുന്നത് പോലെയാണിത്. വളരെ ശരിയായ ഒരു ഉദാഹരണമാണത്. അല്ലേ? അവർക്ക് ആ സയൻസിൽ വിശ്വാസമില്ലാഞ്ഞിട്ടല്ല, മറിച്ച് അത് സ്വന്തം കണ്ണുകൊണ്ട് കണ്ട് അനുഭവിക്കാനുള്ള അടങ്ങാത്ത ആകാംക്ഷയാണ്. അദ്ദേഹത്തിന്റെ മനസ്സിൽ അങ്ങനെ ഒരു അന്വേഷണത്വര ഉണ്ടായിരുന്നു. ആ ഒരു വിശകലനം വളരെ കൃത്യമാണ്. കാരണം അദ്ദേഹം ഈ ചോദ്യം ചോദിച്ചത് സംശയം കൊണ്ടല്ല, മറിച്ച് തന്റെ ഹൃദയത്തിന് സമാധാനം ലഭിക്കാൻ വേണ്ടിയായിരുന്നു എന്ന് ചരിത്രത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ബൗദ്ധികമായ തൃപ്തി ഒരു മനുഷ്യൻ എത്രത്തോളം ആവശ്യമാണ് എന്നാണ് ഇത് കാണിക്കുന്നത്. അതെ. ആ അനുഭവത്തിനു വേണ്ടി അല്ലാഹു അദ്ദേഹത്തോട് പറയുന്നത് 4 പക്ഷികളെ പിടിച്ച് ഇണക്കി വളർത്താനാണ്. എന്നിട്ട് അവയെ വെട്ടിമുറിച്ച് പല മലകളുടെ മുകളിലായി വെക്കാനും
അതിനുശേഷം ആ പക്ഷികളെ തിരികെ വിളിക്കാനും ആവശ്യപ്പെടുന്നു. അദ്ദേഹം വിളിക്കുമ്പോൾ ആ പറവകൾ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പറന്നുവരുന്നു. സ്വന്തം അനുഭവങ്ങളിലൂടെ കാര്യങ്ങൾ ബോധ്യപ്പെടാൻ ഈ സംഭവം അദ്ദേഹത്തെ സഹായിച്ചു. അതായത്, അന്ധമായ വിശ്വാസത്തിനു പകരം യുക്തിയും ചിന്താശേഷിയും ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു വലിയ പാഠം ഇതിലുണ്ട്. ഈയൊരു സ്വതന്ത്ര ചിന്താഗതി അദ്ദേഹത്തിന്റെ മറ്റു ജീവിതാനുഭവങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും. തീർച്ചയായും. സ്വന്തം പിതാവ് വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിനെ അദ്ദേഹം ചോദ്യം ചെയ്യുന്ന രീതി നോക്കൂ. അതെ, കേവലം പദാർത്ഥങ്ങളായ, ഒന്നും കേൾക്കാത്ത, കാണാത്ത വസ്തുക്കളെ എന്തിനാണ് ആരാധിക്കുന്നത് എന്ന് വളരെ ലോജിക്കലായിട്ടാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഒരു ഭരണകൂടത്തിനോ സമൂഹത്തിനോ മുന്നിൽ ഭയന്ന് നിൽക്കാതെ തന്റെ ബോധ്യങ്ങളെ ഉറക്കെ പറയാനുള്ള ധീരത അപാരമാണ്. പക്ഷേ ആ ധീരതയുടെ അനന്തരഫലം എന്തായിരുന്നു എന്നുകൂടി നമ്മൾ പരിശോധിക്കണം. വ്യവസ്ഥിതിയെ ചോദ്യം ചെയ്യുമ്പോൾ സ്വാഭാവികമായും അധികാരവർഗം ഭയക്കും, അല്ലേ? ശരിയാണ്. ഈ പുത്തൻ ആശയങ്ങൾ കേട്ട് ഭയന്ന ഭരണാധികാരികളും നാട്ടുകാരും അദ്ദേഹത്തെ ചുട്ടുകൊല്ലാനാണ് തീരുമാനിച്ചത്. വലിയൊരു കുഴിയെടുത്ത് വിറക് നിറച്ച് ഭയാനകമായ ഒരു അഗ്നികുണ്ഡം അവർ ഉണ്ടാക്കി. അതിലേക്ക് അദ്ദേഹത്തെ ദൂരെ നിന്ന് ഒരു യന്ത്രം വഴി എറിയുകയാണ് ചെയ്തത്. എന്നാൽ അവിടെയാണ് കാര്യങ്ങൾ മറ്റൊരു തലത്തിലേക്ക് മാറുന്നത്. ആ തീ അദ്ദേഹത്തിന് തണുപ്പും സമാധാനവും നൽകുന്ന ഒന്നായി മാറി. തീയുടെ ഭൗതികമായ സ്വഭാവം പൊള്ളിക്കുക എന്നതാണ്. അതിനെ തണുപ്പുള്ളതാക്കി മാറ്റാൻ ദൈവത്തിന് മാത്രമേ കഴിയൂ എന്ന് നമുക്ക് മനസ്സിലാക്കാം. എങ്കിലും എനിക്കിതിലേറ്റവും കൗതുകം തോന്നിയ കാര്യം അതല്ല. തീക്കുണ്ടത്തിൽ നിന്ന് പുറത്തു വന്നപ്പോൾ സ്വന്തം ജീവിതത്തിലെ ഏറ്റവും സുഖകരമായ നിമിഷമായിട്ടാണ് ഇബ്രാഹിം നബി ആ സമയത്തെ കണ്ടത് എന്നാണ് പറയുന്നത്. അതെ, അതൊരു അത്ഭുതകരമായ മാനസികാവസ്ഥയാണ്. ശരിക്കും, എങ്ങനെയാണ് ഒരാൾക്ക് മരണത്തിന്റെ വക്കിൽ നിൽക്കുമ്പോൾ, നാലു ചുറ്റും തീ ആളിക്കെത്തുമ്പോൾ ഇത്ര വലിയൊരു മാനസിക സമാധാനം അനുഭവിക്കാൻ കഴിയുക? ലോകം മുഴുവൻ എതിർത്തു നിന്നിട്ടും ഒരു മനുഷ്യനെ ഇത്രത്തോളം ഭയരഹിതനാക്കാൻ അചഞ്ചലമായ ഒരു ബോധ്യത്തിന് മാത്രമേ കഴിയൂ. ഒരു വ്യക്തി സ്വന്തം വിശ്വാസങ്ങളിലും സത്യത്തിലും പൂർണ്ണമായും ഉറച്ചു നിൽക്കുമ്പോൾ ബാഹ്യമായ ഭീഷണികൾക്ക് അവരുടെ ആന്തരിക സമാധാനത്തെ തകർക്കാൻ കഴിയില്ല എന്നതിന്റെ ഉദാഹരണമാണിത്. ഈയൊരു ഭയരഹിതമായ മാനസികാവസ്ഥയിൽ നിന്നാണ് നമ്മൾ ഈ കുടുംബത്തിലെ മറ്റൊരു പ്രധാന വ്യക്തിത്വത്തിലേക്ക് കടക്കുന്നത്. ലേഡി ഹാജറ. അതെ, ഒരുപക്ഷേ ഈ വിശകലനത്തിലെ ഏറ്റവും വൈകാരികവും എന്നാൽ ഏറ്റവും കരുത്തുറ്റതുമായ ഭാഗം ഇതാണ്: ഹാജറ ബീവിയുടെ ജീവിതം. ഒരു വിമതനായ, എന്തിനേയും ചോദ്യം ചെയ്യുന്ന, സമൂഹത്തോട് ഒറ്റയ്ക്ക് പൊരുതുന്ന ഒരു മനുഷ്യന്റെ ഭാര്യയായി ജീവിക്കുക എന്നത് തന്നെ വലിയൊരു വെല്ലുവിളിയാണ്. ഈജിപ്തിലെ രാജകൊട്ടാരത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്ന് വന്ന ഒരു സ്ത്രീയെ ഫലസ്തീനിൽ നിന്ന് യാത്ര തിരിച്ച് മക്കയിലെ ജനവാസമില്ലാത്ത ഒരു സ്ഥലത്ത് അദ്ദേഹം കൊണ്ടുവിടുന്നു. അതൊരു സാധാരണ സ്ഥലമായിരുന്നില്ല. ഒട്ടുമല്ല. ചുറ്റും കരിമ്പാറകൾ മാത്രം നിറഞ്ഞ ഒരു പുല്ലുപോലും മുളക്കാത്ത കൊടും മരുഭൂമി. അവിടെയാണ് ഇബ്രാഹിം നബി തന്റെ ഭാര്യയെയും കൈക്കുഞ്ഞായ ഇസ്മായിലിനെയും ഉപേക്ഷിച്ചു പോകുന്നത്. അതും വെറും കുറച്ച് കാരക്കയും ഒരു തോൽപാത്രത്തിൽ അല്പം വെള്ളവും മാത്രം നൽകിക്കൊണ്ട്. ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ ആ അവസ്ഥ. എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. കേൾവിക്കാരനായ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു സപ്പോർട്ട് സിസ്റ്റവും ഇല്ലാത്ത, ആരോരും ഇല്ലാത്തൊരു സ്ഥലത്ത് ഒരു സ്ത്രീ എങ്ങനെയാണ് ഇത്രയും വലിയ പ്രതിസന്ധിയെ നേരിട്ടത്? അതും ഒരു കൊച്ചുകുഞ്ഞുമായി. സാധാരണഗതിയിൽ ആർക്കായാലും സമനില തെറ്റിപ്പോകുന്ന പാനിക് അറ്റാക്ക് വരുന്നൊരവസ്ഥയാണിത്. വിശപ്പും ദാഹവും മാത്രമല്ല, ആ ഏകാന്തത നൽകുന്ന ഭയം എത്ര വലുതായിരിക്കും. ഏതൊരു മനുഷ്യനും തകർന്നു പോകുന്ന ആ പ്രതിസന്ധി ഘട്ടത്തിലാണ് ഹാജരയുടെ ഏറ്റവും വലിയ സവിശേഷത പുറത്തുവരുന്നത്. ഇതിലെ ഏറ്റവും കൗതുകകരമായ കാര്യം എന്താന്ന് വെച്ചാൽ, ഭർത്താവ് അവരെ അവിടെ നിർത്തിയിട്ട് തിരിഞ്ഞു നടക്കുമ്പോൾ അവരുടെ പ്രതികരണം എന്തായിരുന്നു എന്നത് വളരെ സൂക്ഷ്മമായി നമ്മൾ നിരീക്ഷിക്കണം. അവര് കരഞ്ഞില്ലേ? അവർ നിലവിളിച്ചില്ല, അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിയില്ല. പകരം അവർ ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യമുണ്ട്: എന്നെ ഇവിടെ ഉപേക്ഷിച്ചു പോകുന്നത് അല്ലാഹുവിന്റെ കൽപ്പനയാലാണോ? ഇബ്രാഹിം നബി അതേ എന്ന് മറുപടി നൽകുമ്പോൾ അവർ പറയുന്നു, എങ്കിൽ അല്ലാഹു ഞങ്ങളെ കൈവിടില്ല. വാവൂ, എന്തൊരു അസാമാന്യമായ ധൈര്യമാണത്! ഈ ഉത്തരത്തിൽ ഒളിഞ്ഞിരിക്കുന്ന മനഃശാസ്ത്രം വളരെ വലുതാണ്. തന്റെ ഭർത്താവിന്റെ വ്യക്തിത്വം അവർക്ക് നന്നായി അറിയാം. തീക്കുണ്ടത്തിൽ പോലും തളരാത്തയാൾ വെറുതെ ഒരു കാര്യം ചെയ്യില്ല എന്ന ബോധ്യം അവർക്കുണ്ട്. ഇതിനെയാണ് യഥാർത്ഥ തവക്കുൽ അഥവാ പൂർണ്ണമായ ഭരമേൽപ്പിക്കൽ. എക്സാക്ട്ലി. കൃത്യമായി പറഞ്ഞു. കാര്യങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലല്ല എന്ന് മനസ്സിലാകുമ്പോൾ അതിനെ അതിന്റെ വഴിക്ക് വിടുകയും എന്നാൽ ആത്യന്തികമായി എല്ലാം ശരിയാകുമെന്ന് ഉറച്ചു വിശ്വസിക്കുകയും ചെയ്യുന്ന അവസ്ഥ.
പക്ഷേ ആ വിശ്വാസം വെറുതെ ഒരിടത്ത് ഇരിക്കുകയായിരുന്നില്ല അവരെക്കൊണ്ട് ചെയ്യിച്ചത്. കുറച്ചു കഴിഞ്ഞപ്പോൾ കുഞ്ഞിന് ദാഹിക്കാൻ തുടങ്ങി. വെള്ളം തീർന്നു. ഒരു മനുഷ്യനും സഹായത്തിനില്ല. അവിടെയാണ് പ്രായോഗികമായ ശ്രമങ്ങൾ തുടങ്ങുന്നത്. കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുമ്പോൾ ഒരു തുള്ളി വെള്ളത്തിനായി സഫാ മർവ കുന്നുകൾക്കിടയിൽ ആ അമ്മ നെട്ടോട്ടമോടുകയാണ്. ആ ഓട്ടത്തിന്റെ തീവ്രത നമ്മളൊന്ന് മനസ്സിൽ കാണണം. മരുഭൂമിയിലെ പൊള്ളുന്ന വെയിലിൽ കൂർത്ത പാറകൾ നിറഞ്ഞ മലകൾക്കിടയിലൂടെയുള്ള ഓട്ടം. എവിടെയെങ്കിലും ഒരു പറവ വട്ടം ചുറ്റുന്നുണ്ടോ, എവിടെയെങ്കിലും വല്ല യാത്രാസംഘവും വരുന്നുണ്ടോ എന്നറിയാൻ ഒരു കുന്നിൻ മുകളിൽ നിന്ന് അടുത്ത കുന്നിലേക്ക് അവർ ഓടുകയാണ്. വെറുതെ നടന്നല്ല, നെഞ്ചുരുകിയുള്ള പരവേശത്തോടെ 7 തവണ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി. അതെ, 7 തവണ. മാതൃത്വത്തിന്റെ ഏറ്റവും തീവ്രമായ നിസ്സഹായതയും അതേസമയം പ്രതീക്ഷ കൈവിടാതെയുള്ള പോരാട്ടവുമാണത്. ആരും കാണാതെ ആരും അറിയാതെ ഒരു കൊടും മരുഭൂമിയിൽ ഒരു അമ്മ നടത്തിയ ആ ഏകാന്തമായ പോരാട്ടത്തെയാണ് ചരിത്രത്തിന്റെ നെറുകയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എന്നതാണ് ഏറ്റവും വലിയ അത്ഭുതം. ഇന്ന് ഹജ്ജിന്റെയും ഉംറയുടെയും ഭാഗമായി ദശലക്ഷക്കണക്കിന് ആളുകൾ ഈ ഓട്ടം ആവർത്തിക്കുന്നു. സഴൈ എന്ന് പറയുന്ന കർമ്മം. അതെ, സഅൈ എന്നു വിളിക്കുന്ന ഈ കർമ്മം ലോകാവസാനം വരെ വിശ്വാസികൾക്ക് ഒരു നിർബന്ധ കർമ്മമാക്കി മാറ്റി. അധികാരമുള്ള രാജാക്കന്മാരുടെയോ പടത്തലവന്മാരുടെയോ അല്ല, നിസ്സഹായയായ ഒരമ്മയുടെ ഓട്ടമാണ് ചരിത്രം അനശ്വരമാക്കിയത്. എത്ര വലിയ വൈരുദ്ധ്യമാണെങ്കിൽ അത്. ആ അമ്മയുടെ തുടർച്ചയായുള്ള പരിശ്രമത്തിന്റെ ഒടുവിൽ, ഒരു തുള്ളി വെള്ളത്തിനു വേണ്ടിയുള്ള ആ കരച്ചിലിന്റെയും കാലിട്ടടിക്കലിന്റെയും ഒടുവിൽ, ആ പിഞ്ചുകുഞ്ഞിന്റെ കാലടി ഒച്ചയിൽ നിന്നോ കരച്ചിലിൽ നിന്നോ ആണ് ഒരിക്കലും പറ്റാത്ത ഉറവ പൊട്ടിയത് സംസം കിണർ. എവിടെയാണോ ഏറ്റവും വലിയ ദൗർബല്യമുള്ളത്, അവിടെ നിന്ന് തന്നെയാണ് ഏറ്റവും വലിയ അനുഗ്രഹവും ഉത്ഭവിച്ചത്. ശരിയാണ്, അവിടെയാണ് ത്യാഗം എന്നതിന്റെ അർത്ഥം പൂർണ്ണമാകുന്നത്. എന്നാൽ ഈ പരമ്പര ഇവിടെ അവസാനിക്കുന്നില്ല. മാതാപിതാക്കളുടെ ഈ അസാമാന്യമായ ത്യാഗമനോഭാവം അവരുടെ മകനായ ഇസ്മായിലിലേക്ക് എങ്ങനെ പകർന്നു എന്നതുകൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. കുറച്ചു വർഷങ്ങൾക്ക് ശേഷം ഇബ്രാഹിം നബി വീണ്ടും മക്കയിലേക്ക് മടങ്ങി വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ അന്വേഷണത്തിലെ ഏറ്റവും ഹൃദയഭേദകമായ, എനിക്ക് വ്യക്തിപരമായി ഉൾക്കൊള്ളാൻ ഏറ്റവും ബുദ്ധിമുട്ട് തോന്നിയ ഭാഗം അതാണ്. ഇസ്മായിലിന് 6-7 വയസ്സുള്ളപ്പോൾ പിതാവായ ഇബ്രാഹിം നബി ഒരു സ്വപ്നം കാണുന്നു. സ്വന്തം മകനെ താൻ തന്നെ ബലിയർക്കുന്നതായിട്ടുള്ള സ്വപ്നം. ഇത് ദൈവീകമായ ഒരു വെളിപാടാണെന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നു. ഇത് മകനോട് പറയുമ്പോൾ ആ കുട്ടി നൽകുന്ന മറുപടി കേട്ട് നമ്മൾ ശരിക്കും സ്തംഭിച്ചു പോകും. പിതാവേ, കൽപ്പിക്കപ്പെട്ടത് ചെയ്തുകൊള്ളുക എന്നാണ് ആ കുട്ടി പറഞ്ഞത്. അതൊരു സാധാരണ പ്രതികരണമല്ല. ഒരിക്കലുമല്ല. ഇതിലെന്നെ ഏറ്റവും കൂടുതൽ അസ്വസ്ഥനാക്കിയ ഒരു കാര്യമുണ്ട്. ഈ ലേഖനത്തിൽ ഒരു സുപ്രധാന വിവരം പറയുന്നുണ്ട്. കണ്ണിനു കണ്ണായി വളർത്തിയ മകനെ ബലിയർക്കാൻ കൊണ്ടുപോകുമ്പോൾ ആ ഉമ്മ, അതായത് ഹാജറ, അവനെ കുളിപ്പിച്ച് നല്ല വസ്ത്രങ്ങൾ ധരിപ്പിച്ച് അത്തർ പൂശിയാണ് കൊണ്ടുവിടുന്നത് എന്ന്. അതെ, അങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരു മിനിറ്റ്, ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ശരിക്കും എന്താണ് മനസ്സിലാക്കേണ്ടത്? എനിക്കിത് തീരെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഒരച്ഛനും മകനും അമ്മയും ഇത്രയും ശാന്തമായി സ്വന്തം ജീവത്യാഗത്തെ എങ്ങനെ നേരിട്ടു? ഇതൊരു മനുഷ്യ സഹജമായ ചിന്തകൾക്കും അപ്പുറത്തുള്ള ഒരുപക്ഷെ ക്രൂരതയെന്ന് തോന്നാവുന്ന കാര്യമല്ലേ? ഒരു ഉമ്മയ്ക്ക് എങ്ങനെ സ്വന്തം മകനെ അറുക്കാൻ വേണ്ടി ഇങ്ങനെ സുഗന്ധം പൂശി കൊണ്ടുവിടാൻ സാധിക്കും? ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യം ഉയർത്തുന്നുണ്ട്. കാരണം ഭൗതികമായ കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ അതൊരു കടുത്ത വൈരുദ്ധ്യമായി തോന്നും. അവിടെയാണ് മുസ്ലിം എന്ന വാക്കിന്റെ യഥാർത്ഥ അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നീ പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. എങ്ങനെ? ഇന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നതുപോലെ അറബിപ്പേരുള്ളതുകൊണ്ടോ ഒരു പ്രത്യേക കുടുംബത്തിൽ ജനിച്ചതുകൊണ്ടോ അല്ല ഒരാൾ മുസ്ലിമാകുന്നത്. സർവാത്മന അള്ളാഹുവിന്റെ തീരുമാനങ്ങൾക്ക് കീഴടങ്ങുക, അതായത് പൂർണ്ണമായും സറണ്ടർ ചെയ്യുക എന്നതാണ് ആ വാക്കിന്റെ യഥാർത്ഥ അർത്ഥം. ഖുർആൻ സൂചിപ്പിക്കുന്നതും അതാണ്. പക്ഷേ അതത്ര എളുപ്പമാണോ? സ്വന്തം കുഞ്ഞിന്റെ ജീവനേക്കാൾ വലുതായി എന്താണുള്ളത്? അവിടെയാണ് ആ ത്യാഗത്തിന്റെ ആഴം കിടക്കുന്നത്. സ്വന്തം ഇഷ്ടങ്ങളോ താൽപ്പര്യങ്ങളോ അല്ല, മറിച്ച് ഏറ്റവും പരമോന്നതമായ ഒരു ശക്തിയുടെ കൽപ്പനയാണ് വലുത് എന്ന് അവർ വിശ്വസിച്ചു. ഇത് മനുഷ്യന്റെ ഈഗോയെ, നമ്മുടെ ഏറ്റവും വലിയ ഭൗതികമായ അറ്റാച്ച്മെന്റിനെ ഇല്ലാതാക്കാനുള്ള ഒരു പരീക്ഷണമായിരുന്നു. അതായത് സ്നേഹമില്ലാഞ്ഞിട്ടല്ല? അല്ലേ അല്ല. ആ ഉമ്മയ്ക്ക് മകനോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല അങ്ങനെ ചെയ്തത്. മറിച്ച് തനിക്ക് നൽകപ്പെട്ട ഏറ്റവും വലിയ സമ്പത്തിനെയും ഒരു മടിയും കൂടാതെ സ്രഷ്ടാവിന് തിരികെ നൽകാൻ അവർ മാനസികമായി തയ്യാറായിരുന്നു എന്നതാണത് കാണിക്കുന്നത്. അറുക്കാനുള്ള സന്നദ്ധത കണ്ടപ്പോൾ അല്ലാഹു ഇസ്മായിലിനു പകരം ഒരു ആടിനെ നൽകി. അതെ,
ഇതാണ് നമ്മൾ ഇന്ന് കാണുന്ന ബലിപ്പെരുന്നാളിന്റെ അടിസ്ഥാനം. യഥാർത്ഥത്തിൽ അവിടെ അറുത്തോ ഇല്ലയോ എന്നതല്ല വിഷയം. നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതിനെ ഉപേക്ഷിക്കാൻ നാം എത്രത്തോളം സന്നദ്ധരാണ് എന്നതാണ് അവിടെ അളക്കപ്പെട്ടത്. മനുഷ്യന്റെ ഏറ്റവും വലിയ ദൗർബല്യമായ സ്നേഹത്തെയും ബന്ധങ്ങളെയും മുറിച്ചുമാറ്റാനുള്ള ആ മാനസിക സന്നദ്ധത. കൃത്യമായി പറഞ്ഞു. ഈ അവിശ്വസനീയമായ സംഭവങ്ങൾക്ക് ശേഷം ചരിത്രത്തിൽ ഇവരെങ്ങനെയാണ് ഓർമ്മിക്കപ്പെടുന്നത് എന്നതിലേക്ക് നമുക്കിനി വരാം. ഈ സംഭവങ്ങൾക്ക് ശേഷം ഇബ്രാഹിം നബിയും ഇസ്മായിലും ചേർന്ന് കഅബ നിർമ്മിക്കുന്ന രംഗം സ്രോതസ്സുകൾ വിവരിക്കുന്നുണ്ട്. അതൊരു മനോഹരമായ കാഴ്ചയാണ്. പിതാവും മകനും ചേർന്ന് കല്ലുകൾ പടുത്തുയർത്തുമ്പോൾ ഹാജറ അവർക്ക് ഭക്ഷണവും സംസം വെള്ളവും നൽകിക്കൊണ്ടിരുന്നു. അതൊരു യഥാർത്ഥ ഫാമിലി പ്രൊജക്റ്റായിരുന്നു, അല്ലേ? അതെ. ആ നിർമ്മാണത്തിന് ശേഷം അവർ നടത്തിയ 2 പ്രാർത്ഥനകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്ന്, ഞങ്ങളുടെ ഈ കർമ്മം സ്വീകരിക്കണമേ എന്നത്. രണ്ടാമത്തത്, ഈ നാട്ടിൽ നിന്ന് ഒരു പുതിയ ജനതയെയും മുഹമ്മദ് നബിയെയും ഉൽപ്പാദിപ്പിക്കണമേ എന്നത്. ഭാവിയിലേക്കുള്ള ഒരു വലിയ ഇൻവെസ്റ്റ്മെന്റായിരുന്നു അത്. എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം ഇതാണ്. ഇത്രയും വലിയ ത്യാഗങ്ങളുടെയും മാനസികമായ പോരാട്ടങ്ങളുടെയും ഫലമായി ഉയർന്നുവന്ന ഈ പുണ്യഭൂമിയിലേക്ക് ഇന്ന് ആളുകൾ പോകുന്ന രീതിയും ഈ യഥാർത്ഥ ചരിത്രവും തമ്മിൽ വലിയ വൈരുദ്ധ്യമില്ലേ? ഇന്ന് ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ കഅബയ്ക്ക് ചുറ്റും കറങ്ങാൻ വരുന്നത്. ഹജ്ജിന്റെ ഈ പുണ്യഭൂമിയിലേക്ക് പോകുമ്പോൾ ആധുനിക മനുഷ്യരുടെ മനോഭാവം എന്താണ്? ഇതിനെ കുറച്ചുകൂടി വിശാലമായ അർത്ഥത്തിൽ നോക്കിയാൽ നമ്മൾ വളരെ ഗൗരവമായി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണിത്. ഈ സ്രോതസ്സുകൾ ആധുനിക പ്രവണതകളെ വളരെ രൂക്ഷമായി തന്നെ വിശകലനം ചെയ്യുന്നുണ്ട്. പഴയ കാലത്തെ ആ കൊടും ത്യാഗങ്ങൾക്ക് പകരം ഇന്ന് ഹജ്ജ് എന്നത് പലർക്കും വലിയൊരു ആഘോഷമായി മാറിയിരിക്കുന്നു. ഒരു കാർണിവൽ പോലെ, അല്ലേ? വാഗ്ദാനം ചെയ്യുന്നത് എയർ കണ്ടീഷൻ ചെയ്ത മുറികൾ, ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ, സുരക്ഷിതമായ യാത്രകൾ. ആ സുരക്ഷിതത്വം എന്ന വാക്ക് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതിലേക്ക് തന്നെ തിരികെ വരികയാണ്. ഒരു യാത്രയിലെ അനിശ്ചിതത്വത്തെ ഇല്ലാതാക്കി എല്ലാം പ്ലാൻ ചെയ്തു പോകുമ്പോൾ അതിലെ ആത്മീയമായ സത്ത നഷ്ടപ്പെടുന്നില്ലേ? ഇതിലെന്നെ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിച്ചത് മറ്റൊന്നാണ്. ഹജ്ജ് കർമ്മങ്ങൾക്കിടയിൽ സെൽഫി എടുക്കുകയും വാട്സാപ്പിലും ഇൻസ്റ്റാഗ്രാമിലും അത് നിരന്തരം ഷെയർ ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രവണത. ഇത് വെറുമൊരു സൈബർ ആഘോഷമായി മാറിയില്ലേ? തീർച്ചയായും. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഹാജറ സഫ മർവ കുന്നുകൾക്കിടയിൽ ഓടിയത് ലോകം കാണണമെന്നാഗ്രഹിച്ചുകൊണ്ടല്ല, സ്വന്തം കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയുള്ളൊരു നിസ്സഹായയായ അമ്മയുടെ ഓട്ടമായിരുന്നു അത്. ഇന്ന് എയർ കണ്ടീഷൻ ചെയ്ത തുരങ്കങ്ങളിലൂടെ ആളുകൾ ഓടുമ്പോൾ പലപ്പോഴും അവർ മൊബൈൽ ഫോണുകളിൽ അത് റെക്കോർഡ് ചെയ്യുകയാണ്. അതെ, ലൈക്കുകൾക്ക് വേണ്ടി. ശരിക്കും ആ ചരിത്രപരമായ നിമിഷത്തിന്റെ വൈകാരികതയെ ഒരു ക്യാമറ ലെൻസിലൂടെ ഒപ്പിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ ആ കർമ്മത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം അവിടെ പരാജയപ്പെടുന്നു. കേൾവിക്കാരനായ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു കാലത്ത് ആരും കാണാതെ, ആരുടെയും അംഗീകാരത്തിനോ പ്രശംസയ്ക്കോ വേണ്ടിയല്ലാതെ ഒരു മരുഭൂമിയിൽ ഹാജര നടത്തിയ നിശബ്ദമായ ഓട്ടത്തിന്റെയും ഇബ്രാഹിം നബി സഹിച്ച കൊടും ത്യാഗങ്ങളുടെയും സ്മരണകൾക്ക് മുകളിൽ ഈ ആധുനിക കാലത്തെ കാട്ടിക്കൂട്ടലുകൾ ഒരു കരിനിഴൽ വീഴ്ത്തുന്നില്ലേ? അതെ, ഹജ്ജ് എന്നത് കേവലം കല്ലുകളും തുരങ്കങ്ങളും കാണാനുള്ള യാത്രയല്ല എന്ന് ഈ പഠനങ്ങൾ നമ്മെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. സ്വന്തം ഈഗോയെ, താൽപ്പര്യങ്ങളെ, ഭൗതികമായ ആസക്തികളെ ബലികൊടുക്കാനുള്ള ഒരു ട്രെയിനിങ്ങാണത്. സത്യത്തിൽ ചോദ്യങ്ങൾ ചോദിക്കാൻ ഭയക്കാത്ത, എന്നാൽ ഉന്നതമായ ലക്ഷ്യങ്ങൾക്ക് മുന്നിൽ പൂർണ്ണമായും സമർപ്പിച്ചൊരു പിതാവ്, തളരാത്ത പോരാട്ടവീര്യമുള്ള, പ്രതിസന്ധികളിൽ സമനില തെറ്റാത്ത ഒരു മാതാവ്, മാതാപിതാക്കളുടെ ആത്മീയ പാതയിലേക്ക് യാതൊരു മടിയും കൂടാതെ കീഴടങ്ങിയ ഒരു മകൻ. ഈ ആത്മീയ മാതൃകയെയാണ് നമ്മൾ ഓരോരുത്തരും കണ്ടുപഠിക്കേണ്ടത്. ഇതിൽ അവസാനമായി പറയുന്ന വളരെ പ്രായോഗികമായ ഒരു കാര്യം കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. നമ്മൾ ആരുമായാണ് കൂട്ടുകൂടുന്നത് എന്നത് നമ്മുടെ വ്യക്തിത്വത്തെയും ചിന്തകളെയും രൂപപ്പെടുത്തുന്നതിൽ വളരെ പ്രധാനമാണ്. ഒരു മനുഷ്യൻ അവന്റെ ഉറ്റ സുഹൃത്തിന്റെ സ്വഭാവത്തിലായിരിക്കും എന്ന് സ്രോതസ്സിൽ ഒരു വചനം ഉദ്ധരിക്കുന്നുണ്ട്. അതെ, ചാരിയാൽ ചാരിയത് മണക്കും എന്നാണല്ലോ നമ്മുടെ നാട്ടിലെ പഴഞ്ചൊല്ല്. ദുർബലരായ, എപ്പോഴും പരാതി പറയുന്ന ആളുകളോടൊപ്പമാണ് നാം ഇരിക്കുന്നതെങ്കിൽ നമ്മളും അതുപോലെയാകും. നേരെമറിച്ച് ഹാജറയെപ്പോലെയോ ഇബ്രാഹിം നബിയെപ്പോലെയുള്ള ശക്തരായ വ്യക്തിത്വങ്ങളുടെ ചരിത്രം നമ്മൾ നിരന്തരം വായിക്കുകയും കേൾക്കുകയും ചെയ്താൽ പ്രതിസന്ധികളിൽ തളരാതിരിക്കാനുള്ള കരുത്ത് നമുക്കും ലഭിക്കും. കൃത്യമായി പറഞ്ഞാൽ, നമ്മുടെ കുടുംബം ഏത് വഴിയിലാണ് സഞ്ചരിക്കുന്നത്, നമ്മൾ ആരുമായാണ് കൂട്ടുകൂടുന്നത് എന്ന് ചിന്തിക്കാൻ ഈ കുടുംബത്തിന്റെ ചരിത്രം നമ്മെ പ്രേരിപ്പിക്കുന്നു.
ആ ചുറ്റുപാടുകൾ നമ്മുടെ ആന്തരിക ലോകത്തെ വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട്. അതെ, ഇനി ഈ വിശകലനം അവസാനിക്കുന്നതിന് മുൻപ് നിങ്ങളോട് എനിക്ക് നേരിട്ട് ചോദിക്കാനുള്ളത് ഇതാണ്. ഈ സ്രോതസ്സുകളിൽ നേരിട്ട് പറയാത്ത, എന്നാൽ ഈ ചർച്ചയിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാനാകുന്ന ഒരു വലിയ പാഠമുണ്ട്. ത്യാഗങ്ങളിലൂടെയും കടുത്ത ഏകാന്തതയിലൂടെയുമാണ് ലോകത്തെ മാറ്റിമറിച്ച വലിയ മാറ്റങ്ങളുണ്ടായിട്ടുള്ളത് എന്ന് ഈ ചരിത്രം അടിവരയിട്ട് പറയുന്നു. തീർച്ചയായും. ആ കുടുംബത്തിന്റെ നിശബ്ദമായ ത്യാഗങ്ങളാണ് ഇന്ന് കോടിക്കണക്കിന് ആളുകളെ ആകർഷിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ കേന്ദ്രമായി മക്കയെ മാറ്റിയത്. അങ്ങനെയെങ്കിൽ ലൈക്കുകൾക്കും വ്യൂസുകൾക്കും മറ്റുള്ളവരുടെ പ്രശംസയ്ക്കും വേണ്ടി നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ വരും തലമുറകൾക്കു വേണ്ടി നാം ഇന്ന് ചെയ്യുന്ന ആരും കാണാത്ത നിശബ്ദമായ ത്യാഗങ്ങൾ എന്തൊക്കെയാണ്? അതൊന്ന് സ്വയം ചോദിച്ചു നോക്കൂ. വളരെ അർത്ഥവത്തായൊരു ചോദ്യമാണത്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ആ യാത്രയുടെ ലക്ഷ്യം ഇപ്പോഴാണ് പൂർണ്ണമാകുന്നത്. ഭൗതികമായൊരു ലക്ഷ്യസ്ഥാനത്തേക്ക് പോകുന്നതിനേക്കാൾ നമ്മുടെ സ്വന്തം ഉള്ളിലേക്ക് തന്നെ നോക്കാനുള്ള ഒരു യാത്ര. കൃത്യമായി പറഞ്ഞു. ഒരു പ്ലാനുമില്ലാതെ, എന്നാൽ വലിയൊരു വിശ്വാസത്തോടെയും കരുത്തോടെയും ആ കൊടും മരുഭൂമിയിലേക്ക് നടത്തിയ ആ യാത്ര ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ആത്മീയ സംഗമമായി മാറിയെങ്കിൽ, നമ്മുടെ ചെറിയ നിശബ്ദമായ ത്യാഗങ്ങൾക്കും നാളെ വലിയ അർത്ഥങ്ങളുണ്ടാകാം. ഈ അത്ഭുതകരമായ ചരിത്രത്തിലൂടെയും അതിൻ്റെ മാനസിക തലങ്ങളിലൂടെയുമുള്ള നമ്മുടെ ഈ അന്വേഷണത്തിൽ ഒപ്പം ചേർന്നതിന് വലിയ നന്ദി. ആ നിശബ്ദമായ ത്യാഗങ്ങളെക്കുറിച്ച് ചിന്തിക്കാനുള്ള ഒരവസരമാകട്ടെ ഇത്. വീണ്ടും കാണാം.